പുതിയ പാഠ്യപദ്ധതി പരിഷ്കരണത്തിന് കരിക്കുലം കമ്മിറ്റിയുടെ അംഗീകാരം 1, 3, 5, 7, 9 ക്ലാസുകളിലായി തയ്യാറാക്കിയ 173 ടൈറ്റിൽ പാഠപുസ്തകങ്ങൾക്കാണ് അംഗീകാരം നൽകിയത്. കല, വിദ്യാഭ്യാസം, തൊഴിൽ എന്നിവയ്ക്കായി പ്രത്യേക പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുമെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. 1ാം ക്ലാസ്സിലെ എല്ലാ പുസ്തകങ്ങൾക്കും പ്രവർത്തന പുസ്തകം അഥവാ ആക്ടിവിറ്റി ബുക്ക് തയ്യാറാക്കും. 5ാം ക്ലാസ് മുതൽ കലാവിദ്യാഭ്യാസം, തൊഴിൽ വിദ്യാഭ്യാസം എന്നിവയ്ക്ക് പാഠപുസ്തകങ്ങൾ ഉണ്ടാകും. ഇതാദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ക്രമീകരണം ഉണ്ടാകുന്നത്. നിരവധി പ്രത്യേകതകൾ ഇത്തവണത്തെ പാഠ്യപദ്ധതി പരിഷ്കരണത്തിലുണ്ട്. എല്ലാ പാഠപുസ്തകങ്ങളിലും ഭരണഘടനാ ആമുഖം ചേർത്തിട്ടുണ്ട്. എല്ലാ പുസ്തകങ്ങളുടെ ഭരണഘടനാ ആമുഖം ചേർത്തിട്ടുണ്ട്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട പ്രത്യേകത 5 മുതൽ 10 വരെ തൊഴിൽ വിദ്യാഭ്യാസം നൽകും. നമ്മുടെ കേരളത്തിൽ നിന്ന് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തൊഴിൽ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ടൂറിസം, കൃഷി, IT, ടെക്സ്റ്റൈൽ, നൈപുണ്യ വികസനം എന്നിവ ഉൾപ്പെട്ടതാകും ഈ തൊഴിൽ വിദ്യാഭ്യാസം. തിരുവനന്തപുരത്ത് നിന്ന് സുലേഖ കൂടി ചേർന്നുണ്ട് വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. സുലേഖ, 10 വർഷങ്ങൾക്ക് ശേഷം പാഠ്യപദ്ധതി പരിഷ്കരണം സംസ്ഥാനത്ത് വരികയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, തൊഴിൽ പരിശീലനം നൽകുന്നു. പുസ്തകങ്ങൾക്ക് പുറമെ പാഠ്യപദ്ധതിയുടെ ഭാഗമായി തൊഴിൽ പരിശീലനം കൂടി ഉറപ്പുവരുത്തുന്നു. ഒപ്പം ഭരണഘടനയുടെ ആമുഖം പുസ്തകങ്ങളുടെ ആമുഖമായി ചേർക്കുന്നു. അതായത് മാറുന്ന കാലത്തിനനുസരിച്ച് വിദ്യാർത്ഥികളെ സജ്ജമാക്കുന്ന രീതിയിൽ പാഠ്യരീതി മാറ്റിയെഴുതുകയാണോ സംസ്ഥാന സർക്കാർ? മനു, ഇന്ന് ചേർന്ന ഈ കരിക്കുലം കമ്മിറ്റി യോഗത്തിലാണ് ഈ പുതിയ പാഠ്യപദ്ധതി പരിഷ്കരണത്തിന് അംഗീകാരം നൽകിയത്. 1, 3, 5, 7, 9 ക്ലാസുകളിലെ 173 പുസ്തകങ്ങളാണ് ഇത് പ്രകാരം പരിഷ്കരിക്കുന്നത്. നേരത്തെ മനു പറഞ്ഞതുപോലെ തന്നെ 10 വർഷത്തിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു വലിയൊരു മാറ്റം കേരളത്തിലെ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഉണ്ടാകുന്നത്. 2,09,00,000 പുസ്തകങ്ങളാണ് ഇതിനാവശ്യമായിട്ടുള്ളത്. ഈ പാഠപുസ്തകത്തിൽ എല്ലാ കുട്ടികൾക്കും തുല്യ അവകാശം നൽകുന്ന പോക്സോ നിയമങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു വിദ്യാഭ്യാസത്തിൽ ഇത്തരത്തിലുള്ളൊരു പാഠ്യപദ്ധതി പരിഷ്കരണം കൊണ്ടുവരുന്നത്. അതിനൊപ്പം തന്നെ തൊഴിൽ വിദ്യാഭ്യാസം 5 മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് തൊഴിൽ വിദ്യാഭ്യാസം നൽകുന്നതിന് ഈ പാഠ്യപദ്ധതിയിൽ ഇത്തരത്തിൽ തൊഴിൽ പരിശീലനം നൽകുന്ന ഒരു തൊഴിൽ പരിശീലനം കൂടി പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതിനുവേണ്ടി പ്രത്യേകം കൈപ്പുസ്തകം അത് അധ്യാപകർക്ക് നൽകും. അധ്യാപകർക്കും ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേക പരിശീലനം നൽകും. അതിനൊപ്പം തന്നെ ഡിജിറ്റൽ പാഠപുസ്തകങ്ങൾ കൂടി ഉണ്ടാകും. അതായത് ഈ പ്രിന്റായി നൽകുന്ന പാഠപുസ്തകത്തിനൊപ്പം തന്നെ ഡിജിറ്റൽ പാഠപുസ്തകങ്ങളും വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കുമെന്നാണ് ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിട്ടുള്ളത്. ഈ വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കൾക്കും പ്രത്യേകമായിട്ടുള്ള പുസ്തകങ്ങൾ ഉണ്ടാകും. അതായത് ഈ വിദ്യാർത്ഥികളെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി വിദ്യാർത്ഥികളുടെ വളർച്ചയും ഒപ്പം വികാസങ്ങളും അവരുടെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നതിനും രേഖപ്പെടുത്തുന്നതിനുമായി രക്ഷകർത്താക്കൾക്കും ഇത്തരത്തിലുള്ള ഒരു പാഠപുസ്തകം ഈ പാഠ്യപദ്ധതിയുടെ ഭാഗമായി നൽകുമെന്ന് തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിട്ടുള്ളത്. അതിനൊപ്പം തന്നെ കഴിഞ്ഞ 10 വർഷത്തിലേറെയായി അറിവിന്റെ തലത്തിലും ഒപ്പം ശാസ്ത്ര വളർച്ചയിലും വന്ന കുതിപ്പ്, അതിനൊപ്പം തന്നെ വിനിമയ രംഗത്ത് സാങ്കേതികമായി വന്ന മാറ്റങ്ങൾ, സമൂഹത്തിന് വിവര സാങ്കേതിക രംഗത്ത് തുറന്നു കിട്ടുന്ന പ്രാപ്യത, അവസരങ്ങൾ തുടങ്ങിയവയെല്ലാം പാഠ്യപദ്ധതി പ്രതിഫലിക്കുമെന്ന് കൂടി മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ദേശീയ വിദ്യാഭ്യാസ നയം 2020 പശ്ചാത്തലം കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട് എന്നും കൂടി മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. അതിനൊപ്പം ജനാധിപത്യവും മതനിരപേക്ഷതയും അടിത്തറയാക്കിക്കൊണ്ടുള്ള നവകേരള സങ്കല്പനങ്ങൾ യാഥാർത്ഥ്യമാക്കിയുള്ള കേരള അന്വേഷണങ്ങൾക്ക് വിദ്യാഭ്യാസം പിന്തുണ നൽകേണ്ടത് കൂടി മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. ഇത്തരത്തിൽ മതനിരപേക്ഷതയും ജനാധിപത്യവും ഒക്കെ പ്രതിഫലിക്കുന്നതായിരിക്കും ഇനി മുതൽ സ്കൂളുകളിലുള്ള പാഠപുസ്തകങ്ങൾ. ഒപ്പം തന്നെ നേരത്തെ മനു പറഞ്ഞതുപോലെ ഭരണഘടനയുടെ ആമുഖം അത് പാഠപുസ്തകങ്ങളുടെ ആമുഖമായി നൽകുമെന്ന് കൂടി മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. മനു, ശരി, സുലേഖയാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ